അങ്ങനെ സുലോചനയമ്മയെ സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ്. അച്ചാത്തി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ അന്നേരം കാണിക്കുന്നത് സുലോചനയമ്മയെ വിനയന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് തനിക്ക് മുമ്പേ അവിടെ ശാരദ എത്തിയിരിക്കുകയാണ്. ശാരദയും വിനയനും ഇങ്ങനെ പഞ്ചാരടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് കണ്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് സുലോചന. എന്നാൽ ഈ സമയത്ത് ശാരദ പിന്നെ വിനയനോട് കൺമണിയുടെ കാര്യം പറയുകയാണ്. എന്നാലും വിനയേട്ടൻ തന്ന ആ ഫയൽ അന്വേഷിച്ച് പോലീസ് വന്ന് കൺമണി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. ഒരു രാത്രി മുഴുവൻ കൺമണി ആ പോലീസ് സ്റ്റേഷന്റെ അകത്തിരുന്നു. എനിക്ക് അത് ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സ്വന്തം കാതുകളെ വിശ്വസിക്കാനാകാതെ കണ്ണും തള്ളി നിൽക്കുകയാണ് സുലോചന. എന്നാൽ അത് കേട്ട് വിനയൻ പിന്നെ ഉരുണ്ട് കളിക്കുകയാണ്. തുടർന്ന് ശാരദ, ഞാൻ വിനയേട്ടൻ എത്ര തവണ വിളിച്ചു, വിനയേട്ടൻ എന്താണ് ഫോൺ എടുക്കാഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ വിനയൻ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഏതൊരു സാഹിത്യ സമ്മേളനത്തിന് പോയിരിക്കുകയാണെന്നൊരു ബെഡായി അടിക്കുകയാണ്. എന്നാൽ അത് കേൾക്കുമ്പോൾ തന്നെ സുലോചനയ്ക്ക് മനസ്സിലാവുകയാണ് ഇതൊക്കെ വെറും കള്ളമാണെന്ന്. എന്നാൽ ഈ സമയത്ത് വിനയൻ പിന്നെ ശാരദയോട് വരുണിന്റെ കാര്യം പറയുകയാണ്. ഇപ്പോഴെല്ലാം കലങ്ങി തെളിഞ്ഞില്, ഇനി ഞാൻ പറഞ്ഞതൊന്ന് അനുസരിക്ക്. കൺമണിയും വരുണുമായിട്ടുള്ള കല്യാണമാണ് നടത്തേണ്ടത്. ആ കല്യാണമാണ് നടക്കേണ്ടത്. ഇപ്പോൾ കൺമണിയെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയത് വരുണാണല്ലോ. അതോടുകൂടി കൺമണിയുടെ വീട്ടുകാർക്ക് മുമ്പിൽ വരുണെ കുറിച്ച് നല്ലൊരു ഇമേജ് അല്ലേ. നമുക്ക് എത്രയും പെട്ടെന്ന് വരുണ്ടി കൺമണിയുടെ കല്യാണം നടത്തണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശാരദ അതിന് തലയാട്ടുകയാണ്. എന്നാൽ ഇതെല്ലാം പുറത്തു നിന്ന് സുലോചന കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്ന രീതിയിലാണ് സുലോചന നല്ല ദേഷ്യത്തിൽ ചുണ്ടുകടിച്ചു പിടിച്ച് നിൽക്കുന്നത്. തുറന്നു കാണിക്കുന്ന കൺമണിയുടെ വീട്ടിലേക്ക് കൺമണിയെ കാണുന്നതിന് വേണ്ടി സാഗറും സുജാതയും കൂടി വരികയാണ്. എന്നാൽ ഈ സമയത്ത് വീടിന്റെ പുറത്ത് തന്നെ ധനലക്ഷ്മി ഉണ്ട്. തുറന്ന് സാഗറിനെയും സുജാതയും കണ്ട് ധനലക്ഷ്മി തന്റെ പരട്ട സ്വഭാവം പുറത്തെടുക്കുകയാണ്. നിങ്ങളെല്ലാവരും കാരണമാണ് ഞങ്ങളുടെ കൺമണിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ അത് കേട്ട് സാഗർ, ധനലക്ഷ്മി സത്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി, ഓ എനിക്ക് പിന്നെ ഒന്നും അറിയില്ലല്ലോ. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീനി വരികയാണ്. തുടർന്ന് ശ്രീനി പിന്നെ ധനലക്ഷ്മിയോട്, നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ട, നീ മര്യാദയ്ക്ക് അകത്ത് പോകാൻ പറയുകയാണ്. തുടർന്ന് ധനലക്ഷ്മി അകത്തേക്ക് പോവുകയാണ്. എന്നാൽ ഈ സമയത്ത് സാഗർ പിന്നെ ശ്രീനിയെ ആശ്വസിപ്പിക്കുകയാണ്. വലിയൊരു കുറ്റബോധത്തോടു കൂടിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. തുടർന്ന് ശ്രീനി പിന്നെ സാഗറിനോട്, സാർ അതോർത്തൊന്നും വിഷമിക്കേണ്ട, ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുമെന്ന് പറയുകയാണ്. തുടർന്ന് സാഗർ, എൻ്റെ മോളെ കുറിച്ച് ഓർത്തിട്ടാണ് ടെൻഷനെങ്കിൽ അതിന്റെ ആവശ്യമില്ല, കൺമണി ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവളാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൺമണി വരികയാണ്. തുടർന്ന് സുജാത കൺമണി ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ അത് കണ്ട് കൺമണി പിന്നെ സുജാതയോട്, അമ്മ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാത, അതെന്താണ് കൺമണി നീ അങ്ങനെ പറഞ്ഞത്? ശരിയാണ്, എനിക്ക് നിന്നോട് ചെറിയൊരു അനിഷ്ടമൊക്കെ ആദ്യം തോന്നിയിരുന്നു, പക്ഷെ അതെപ്പോഴും ഒരുപോലെ ഉണ്ടാകണം എന്നില്ല. ഇപ്പോൾ എനിക്ക് നിന്നോട് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് കൺമണി ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് സാഗർ പിന്നെ കൺമണിയോട്, ഞങ്ങൾക്ക് നിന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ സാധിച്ചില്ല, അതിലാണ് ഞങ്ങൾക്ക് കുറ്റബോധവും വിഷമവും എന്ന് പറഞ്ഞിങ്ങനെ തലകുമ്പിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ശ്രീനി പിന്നെ സാഗറിനോട്, അതൊക്കെ വിട്ടേക്ക് സാർ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന് കാണിക്കുന്ന കൃപയാണ്. കൃപ കൃഷ്ണൻ വിളിക്കുകയാണ്. ചേട്ടാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്. കൺമണിയെ കാണുന്നതിന് വേണ്ടി അച്ഛൻ്റെ കൂടെ അമ്മ പോയിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി ഒന്ന് ഞെട്ടുകയാണ്. തുടർന്ന് കൃഷി പിന്നെ കൃപയോട്, അമ്മയ്ക്ക് കൺമണിയെ ഒട്ടും ഇഷ്ടമല്ല, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് കൺമണിയെ ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോയിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നത്തിനായിരിക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃപ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, അമ്മയുടെ സംസാരം കേട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്ന് പറയുകയാണ്. അമ്മ അങ്ങോട്ട് അച്ഛനോട് പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് കൺമണിയെ കാണാൻ വേണ്ടി പോയിരിക്കുന്നത്. തുടർന്ന് കൃഷ, അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ മറ്റെന്തെങ്കിലും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ കൃപ, അതൊന്നുമില്ല ചേട്ടാ, ചേട്ടൻ ധൈര്യമായിട്ട് ഇരിക്കെ, ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തന്നെ ഞാൻ അതെന്തായാലും ചേട്ടനെ വിളിച്ച് അറിയിച്ചോളാം എന്ന് പറയുകയാണ്. പക്ഷെ സുജാത പോയിരിക്കുന്ന കൺമണിയും ആന്റിയമ്മയുടെയും മനസ്സിലുള്ള രഹസ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. തുറന്നു കാണിക്കുന്ന ശാന്തമ്മയാണ്. ശാന്തമ്മായി വിനയന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്, തന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് വഴിയരികിൽ തന്നെ കാത്തു നിൽക്കുകയാണ് സുലോചന, ഒന്നും അറിയാത്ത പോലെ. തുറന്ന സുലോചന പിന്നെ ശാന്തയോട്, ശാന്തി നീ ഇതെങ്ങോട്ട് പോയതാണെന്ന് പറയുമ്പോൾ ശാന്ത ഒരു കള്ളം പറയുകയാണ്. ഞാൻ ആ നാരായണിയുടെ വീട്ടിലേക്ക് ഒന്ന് പോയതാണ്, ചേട്ടൻ എന്നോട് പറഞ്ഞു നാരായണി സുഖമില്ലാതെ കിടക്കുകയാണെന്ന്, അതൊന്ന് കണ്ടന്വേഷിക്കാൻ വേണ്ടി പോയതാണെന്നൊരു കള്ളം പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുലോചനയ്ക്ക് ഏതാണ്ട് കാര്യം മനസ്സിലാവുകയാണ്. ഈ പഠിച്ച കളി പറയുന്നതെല്ലാം പച്ച കള്ളമാണല്ലോ എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. തുടർന്ന് സുലോചന വീണ്ടും ശാന്തിയോട്, നീ അവിടേക്കല്ലാതെ മറ്റെങ്ങോട്ടെങ്കിലും പോയോ എന്ന് ഒന്ന് കുത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, അർത്ഥം വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. തുറന്ന് ശാന്തം തപ്പി തടഞ്ഞുകൊണ്ട്, അതെന്താണ് ചേച്ചി അങ്ങനെ പറഞ്ഞത്, ഞാൻ വേറെ ഒരിടത്തേക്കും പോയില്ല എന്ന് ഒരു കള്ളം വീണ്ടും പറയുകയാണ്. തുറന്ന് രണ്ടുപേരും നടന്ന് വീടിന്റെ മുന്നിൽ എത്തുമ്പോൾ അവിടെ സാഗറിന്റെ കാറ് കാണുകയാണ്. തുറന്ന് ശാന്ത, ദേ സാഗർ സാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വീടിന്റെ അകത്തേക്ക് ചെല്ലുകയാണ്. തുറന്ന ശാന്തയും സുലോചനയും കണ്ട് സാഗർ, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. തുറന്ന് കൺമണി അവർക്ക് കുടിക്കാൻ ചായ എല്ലാം കൊടുക്കുകയാണ്. തുടർന്ന് സുലോചന പിന്നെ ശ്രീനിയുടെ മുഖത്ത് നോക്കി, ചേട്ടൻ പറഞ്ഞിട്ടാണ് ശാന്ത നാരായണിയുടെ വീട്ടിലേക്ക് പോയത്. എന്നാൽ അത് കേട്ട് ശ്രീനി ഒന്ന് ഞെട്ടുകയാണ്. അതിന് ഞാൻ ഇവളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്താണ് കാര്യം എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സുലോചന, ഉപചേട്ട, ശാന്ത എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, നാരായണിക്ക് സുഖമില്ല,
നാരായണിയെ പോയി കാണാൻ ചേട്ടൻ പറഞ്ഞു എന്നാണ് ശാന്ത പറഞ്ഞത്. എന്നാൽ അത് കേട്ട് ശ്രീനി പിന്നെ ശാന്തയോട് ഞാൻ എപ്പോഴാണ് നിന്നോട് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ശാന്ത നിന്ന് തപ്പി തടയുകയാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ്. പുതിയ ഉടായ്പുമായിട്ട് ധനലക്ഷ്മി വരികയാണ്. തുടർന്ന് ധനലക്ഷ്മി നല്ല ഗൗരവത്തിലാണ്. തുടർന്ന് ധനലക്ഷ്മി പിന്നെ സാഗറിനോടും സുജാതയോടും കൃഷിന്റെയും കൺമണിയുടെയും കല്യാണം നടക്കുമോ എന്ന് അർത്ഥം വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് സാഗറിനും സുജാതയ്ക്കും അത് ദേഷ്യം വരികയാണ്. കൺമണിക്ക് നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് സാഗർ പിന്നെ ധനലക്ഷ്മിയോട് അതെന്താണ് ധനലക്ഷ്മിക്ക് അങ്ങനത്തെ സംശയം എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ധനലക്ഷ്മി സാഗറിനോട് പിന്നെ പറയുന്നത് യഥാർത്ഥത്തിൽ കൃഷി നിങ്ങളുടെ യഥാർത്ഥ മകനൊന്നല്ലല്ലോ, കൃഷിന്റെ കല്യാണം നടത്താൻ നിങ്ങൾ ആരാണെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് കൺമണിക്ക് നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് സാഗർ വീണ്ടും നല്ല ദേഷ്യത്തിൽ പിന്നെ ധനലക്ഷ്മിയോട് കൃഷി ഇപ്പോഴും എൻ്റെ മകൻ തന്നെയാണ്, കൃഷി എൻ്റെ മകൻ തന്നെയാണ്, ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട, കൃഷിന്റെ കാര്യം ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്ന് മുഖത്തടിച്ച പോലെ പറയുകയാണ് സാഗർ. എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ ധനലക്ഷ്മിയോട് ചേച്ചി എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ശ്രീനിയും അത് തന്നെ ധനലക്ഷ്മിയോട് ചോദിക്കുകയാണ്. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും അന്വേഷിക്കേണ്ടെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി പിന്നെ അവരെയൊക്കെ കളിയാക്കുകയാണ്. ശരി, ഇനി ഞാനിവിടെ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടെന്ന് വീടിന്റെ പുറത്ത് വലിയൊരു ബോർഡ് എഴുതി വെക്കാൻ പറയുകയാണ്. തുടർന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ പിന്നെ ധനലക്ഷ്മി നേരെ കൈ ഉയർത്തി വിരൽ ചൂണ്ടിക്കൊണ്ട് ഇനി ആവശ്യമില്ലാത്ത കാര്യമെങ്ങാനും ചേച്ചിയുടെ നാവിൽ നിന്ന് വന്നാൽ പിന്നെ ഞാൻ ആരാണെന്ന് ചേച്ചി അറിയാം, ഇവർക്ക് മുമ്പിൽ വെച്ച് ഞാൻ ചേച്ചിയെ റോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് കൺമണി നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.